ട്രേഡേഴ്സിനോട് എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു വലിയ കംപ്ലൈൻ്റ് ആണ് എന്ത്, രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ ഓഫീസ് ടൈമാണ്, ട്രേഡ് ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് ഒരു ദിവസം ഒരു 15 മിനിറ്റോ അരമണിക്കൂർ സമയം മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് മികച്ച പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചാലോ? അതെ, അത്തരത്തിൽ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജികളെ നമ്മൾ സ്കാൽപ്പിംഗ് ട്രേഡുകൾ എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഓപ്പർച്യൂണിറ്റി സമയത്ത് എൻട്രി ചെയ്ത് 5 മിനിറ്റോ 10 മിനിറ്റ് സമയം മാത്രം ട്രേഡ് കൈപ്പിടിച്ചുകൊണ്ട് വളരെ മികച്ചൊരു പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്കാൽപ്പിംഗ് ട്രേഡിംഗ് മെത്തേഡാണ്. ഞാൻ സുനിൽ മത്തായി. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മികച്ച ട്രേഡേഴ്സിന് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒത്തിരി ടൈപ്പ് ഓഫ് ട്രേഡിംഗ് മെത്തേഡുകൾ ഉണ്ട് അല്ലെ. നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് രാവിലെ ട്രേഡ് ചെയ്ത് വൈകുന്നേരം വരെ കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോ സിംഗിനും ട്രേഡ് ചെയ്തുകൊണ്ട് ഓരോ സിംഗിലും പ്രോഫിറ്റ് എടുക്കുന്ന മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഓരോ ചെറിയ മൂവ്മെന്റുകളും, ചിലപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ആകാം, അല്ലെങ്കിൽ ഒരു ചെറിയ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആകാം, അത്തരത്തിലുള്ള കറക്റ്റ് മൂവ്മെന്റിൽ എൻട്രി എടുത്തുകൊണ്ട് ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്ത് കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചുമ്മാ വെറുതെ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുകയല്ല, കൃത്യമായിട്ടുള്ള റൂള് ബേസ് ചെയ്ത്, കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ബേസ് ചെയ്ത്, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യും. ഒരു പുലി ഇരയെ പിടിക്കാൻ ഇരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ റൈറ്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചാടി നമ്മൾ ഇരയെ പിടിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ട്രേഡിനെ ഇനീഷ്യേറ്റ് ചെയ്യും. വളരെ മില്ലി സെക്കൻഡ്സിലോ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ട്രേഡിൽ നിന്ന് മികച്ച പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങുന്ന ആ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ്. വളരെ റിസ്ക് ആണ്, എന്നാൽ വളരെ മികച്ച റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്താൽ വലിയ ലോസുകൾ ഒരു പക്ഷേ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും മികച്ചൊരു സ്കാൽപ്പിംഗ് മെത്തേഡ്, അതും ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ട്രേഡിംഗ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. 4 മേജർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്സിന് പകരം ഹെയ്ക്കിനാഷി ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെൻഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ക്യാൻഡിൽസ് യൂസ് ചെയ്തതിൽ നിന്ന് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മൂവിങ് ആവറേജ് ആണ്. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൂവിങ് ആവറേജിനെ നമ്മളൊരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഈ പറയുന്ന മൂവിങ് ആവറേജ് ആണ്. മൂന്നാമതായിട്ട് നമ്മൾ RSI എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. RSI ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ RSI എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു സൂപ്പർ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ഇടാം, ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന മെത്തേഡിലല്ല നമ്മളിവിടെ RSI ഉപയോഗിക്കുന്നത്. ഇവിടെ റൂൾസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാരബോളിക് SAR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് നമ്മൾ ട്രെൻഡിന്റെ സ്ട്രെങ്ത് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ടുള്ള റിവേഴ്സൽസ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ 4 മെത്തേഡുകളും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു റൂൾ ബേസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കാൽപ്പ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബൾക്ക് ക്വാണ്ടിറ്റി എൻട്രി എടുത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വയ്ക്കുന്ന രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാൻ നമ്മൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. ചില ആളുകൾ ചെയ്യുന്നൊരു മെത്തേഡാണ്, ഓക്കെ ഇത് മറിഞ്ഞിട്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുകയും നമ്മൾ ഒത്തിരി ദിവസം എടുത്ത പ്രോഫിറ്റ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ആ ഒരു പ്ലാൻ കൃത്യമായിരിക്കണം. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് നമ്മൾ 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തംബ്നെയിൽ റൂളായിട്ട് ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഈ 4 ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ചാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഈ ട്രേഡിംഗ് മെത്തേഡിന്റെ റൂൾ 1, 2, 3, അങ്ങനെ ഡിഫറെന്റ് റൂളുകൾ എന്തൊക്കെ, ഈ റൂൾ അനുസരിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ
വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗോഡ ടെർമിനലിൽ ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽസാണ് ഈ സ്കാൽപ്പിംഗ് ടെക്നിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 അവർ മാറ്റിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നമ്മൾ ഒരു സ്മൂത്ത് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ക്യാൻഡിൽസിന് പകരം ഹേക്കിനാഷി ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനിലൂടെ കാണാം, ഞാൻ ഇവിടെ ഹെയ്ച്ചിനിക്ക് ക്യാൻഡിൽസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ നമ്മുടെ നോർമൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ EMA എന്ന് പറയുന്ന നമ്മുടെ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നോർമലി ഞാനിവിടെ മൂവിങ് ആവറേജ് ആഡ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മൂവിങ് ആവറേജിൽ 50 ഡേ മൂവിങ് ആവറേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോർമലി സെറ്റിങ്സിൽ 9 ഡേയ്സ് മൂവിങ് ആവറേജാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ ഇൻപുട്ടിൽ നേരെ 9 മാറ്റിയിട്ട് നേരെ 50 എന്ന് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 50 ഡേ മൂവിങ് ആവറേജ് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ 50 ഡേയുടെ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു അപ്പ് ട്രെൻഡ് പോകുന്നുള്ളൂ. താഴെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ. രണ്ടാമത് നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI എന്ന് പറയുന്ന നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. ഇതുകൂടി ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഈ RSI ഇൻഡിക്കേറ്റർ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ 2 ലെങ്ത്താണ് ഓൾറെഡി ഇൻപുട്ട്സ് നമ്മൾ ഓൾറെഡി കൊടുക്കാറുള്ളത്. ഇവിടെ ഞാൻ ഇൻപുട്ട്സ് 14 ആളിലെ ഇവിടെ ഓൾറെഡി കിടക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, RSI നേരെ 70 ആൻഡ് 30 എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് നേരെ 50 മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 2 എണ്ണം വേണ്ട, ഒരു ലിമിറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, 50. അപ്പോൾ 50ന് മുകളിൽ അല്ലെങ്കിൽ 50ൻ്റെ താഴെ എന്നുള്ള രീതിയിലാണ്, 50ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 50ൻ്റെ താഴെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ ഹൈയോ ലോയോ ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, 50ൻ്റെ ഹൈയിലാണോ 50ൻ്റെ ലോയിലാണോ RSI എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ RSI ആഡ് ചെയ്തു, മൂവിങ് ആവറേജ് ആഡ് ചെയ്തു, ഹെയ്ച്ചിനിക്ക് ക്യാൻഡിൽസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് SAR എന്ന് പറയുന്നത് നമ്മുടെ പാരബോളിക് SAR ആണ്. പാരബോളിക് SAR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടി നമ്മൾ ആഡ് ചെയ്തു. ഈ കാണുന്ന ഈ ഡോട്ടഡ് ലൈനാണ് ഈ പാരബോളിക് SAR എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ ഈ പറയുന്ന പ്ലസ് ലൈൻ മാറ്റിയിട്ട് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള സർക്കിൾസോ സ്റ്റാർസോ ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ സർക്കിൾസ് കൊടുത്തു നോക്കണം. സർക്കിൾസ് കുറച്ചുകൂടി വിസിബിലിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട്. ഇൻപുട്ട്സിൽ ഒന്നും ഒരു ചേഞ്ച് ചെയ്യേണ്ട, നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി കാണാൻ പറ്റുന്ന രീതിയിൽ ക്രോസ് ആണ് ഇവിടെ ഓൾറെഡി കിടക്കുന്ന, വേണമെങ്കിൽ ഏരിയ ആയിട്ട് കൊടുക്കാം. ഏരിയ കൊടുത്താൽ ഒന്നും ക്ലിയർ അല്ല. നമുക്ക് സർക്കിൾസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. സർക്കിൾസ് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർക്കിൾസ്, അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇൻട്രാഡേയിലാണല്ലോ നമ്മൾ ഓൾറെഡി സ്കാൽപ്പ് ചെയ്യുന്നത്, ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ 3 മിനിറ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം 11/4/2023 ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ 50 ഡേ മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ബൈ ചെയ്യുന്നുള്ളൂ. താഴെയാണെങ്കിൽ നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ SAR മുകളിലാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അതൊരു വീക്ക്നെസ് ആണ്, ഒരു ഡൗൺ സൈഡ് വ്യൂ ആണ്. അല്ല, SAR താഴെയാണ് കാണിക്കുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് വ്യൂ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ RSI 50ന് മുകളിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബൈ ചെയ്യുന്നുള്ളൂ. അതുപോലെ 50ന് താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സെല്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് 3 കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, SAR മുകളിലാണ്, അതായത് ഒരു സെല്ലിംഗ് സൈഡാണ്. അറിയാം, നമ്മൾ നോക്കുമ്പോൾ 50 ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ അവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല. 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴത്തോട്ട് പോകണം. 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴത്ത് പോയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ 50 ഡേ മൂവിങ് ആവറേജിൻ്റെ രണ്ടാമത്തെ ക്യാൻഡിൽ 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴത്തോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ RSI എന്താണ്, 50 ഡേയുടെ താഴത്തോട്ട് പോയിട്ടുണ്ട്. സോ SAR ഓൾറെഡി മുകളിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻട്രി എടുക്കാൻ
സാധിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി എടുത്ത് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വേണമെങ്കിൽ ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ മിനിറ്റിൽ തന്നെ നമുക്ക് പലപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. ഇവിടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സിറ്റ് ട്രേഡ് കിട്ടുന്നത് ഏകദേശം SIR ഓപ്പോസിറ്റ് ആകുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു എക്സിറ്റ് കിട്ടുന്നത്. അപ്പോൾ SIR ആണ് നമ്മുടെ എക്സിറ്റ് കണ്ടീഷൻ. ഇവിടെ ബാക്കിയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടുന്നത്. ഏകദേശം 2775 ലെവലിൽ നമുക്ക് എൻട്രി ഇട്ടിട്ട് ഏകദേശം 12 പോയിൻറ്റോളം നമുക്ക് ടാർഗറ്റ് വളരെ ക്ലിയർ ട്രെൻഡിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രേഡ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കാം. അതിനുശേഷം SIR ഒരു ബൈ സൈഡിലോട്ട് പോകുന്നുണ്ട്. ബട്ട് 50-ഡേ മൂവിങ് ആവറേജിന് താഴെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എഗെയിൻ നമുക്കൊരു ബിയറിഷ് സൈഡ്, ഒരു സെൽ സൈഡ് ട്രേഡ് കിട്ടുന്നുണ്ട്. 3 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? 50-ഡേ മൂവിങ് ആവറേജിന് താഴത്താണ്, RSI 50-ന് താഴെയാണ്. ഹാഷിനിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്മൂത്ത് ആൻഡ് ഡൗൺ സൈഡ് ഫീല് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് RSI 50 താഴെയാണെന്ന് നമ്മൾ നോക്കുന്നത്? 50-ക്ക് താഴെയാണെങ്കിൽ ഒരു പേസ്, ആ ഒരു സൈഡിലോട്ട് ഒരു സ്പീഡിൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ട്രേഡ്, ഒരു സെൽ സൈഡ് എൻട്രി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് താഴ്ത്തോട്ട് വന്ന് ഇവിടെ SIR തിരിയുന്ന സമയത്താണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് എൻട്രി എടുത്ത് വളരെ പെട്ടെന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ്സിനെ ട്രെയിൽ ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അല്ല, നമുക്ക് മാനുവലി സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതുമാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ഈ ഒരു ഭാഗത്താണ് എൻട്രി കിട്ടിയത്. ഏകദേശം 2762 നമുക്ക് എൻട്രി കിട്ടിയിട്ട് ഏകദേശം 2753, 10 പോയിൻറ്റോളം നമുക്കിവിടെ കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കൂ, പിന്നെ ക്യാൻഡിൽസ് എല്ലാം 50-ഡേ മൂവിങ് ആവറേജിന് താഴെ തന്നെയാണ്. നമുക്ക് പുതിയ അപ്സൈഡ് എൻട്രീസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത എൻട്രി കിട്ടുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്. ഇവിടെ എല്ലാ കണ്ടീഷൻസും വീണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏകദേശം 2756 ലെവലിൽ നമുക്ക് എഗെയിൻ ഒരു സെൽ സൈഡ് എൻട്രി കിട്ടുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്? ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ എക്സിറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം 2758 നിന്ന് ഏകദേശം 2752, ഏകദേശം 6 പോയിൻറ്റോളം നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ എൻട്രി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എൻട്രി ഉണ്ടെങ്കിലും അതെന്താണ്, 50-ഡേ മൂവിങ് ആവറേജിനെ എബോവ് ആണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം 3-4 ട്രേഡ്, ഏകദേശം 2 നല്ല ട്രേഡുകൾ, ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി 3 നല്ല ട്രേഡുകൾ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഓപ്ഷൻ ട്രേഡ്സും വളരെ കൂളായിട്ട് ചെയ്യാം. ഞാനിവിടെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഓൾറെഡി ആഡഡ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബാങ്ക് നിഫ്റ്റി കാണാം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് എന്തായാലും കിട്ടില്ല. ഇനി എപ്പോഴാണോ SIR ഓപ്പോസിറ്റ് തരുന്നത് ആ സമയത്താണ് നമുക്ക് എൻട്രി എടുക്കുന്നത്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് എന്തായാലും ഫസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇവിടെ എല്ലാ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ് നമുക്ക് നോക്കിക്കാൻ മാത്രമേ പറ്റുള്ളൂ. SIR ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ബട്ട് എന്താണ്, ഇവിടെ SIR ഡൗൺ സൈഡ് കാണിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ മൂവിങ് ആവറേജിന് മുകളിലാണ്, RSI 50-ന് മുകളിലാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. SIR ഇവിടെ വെച്ച് ചെറുതായിട്ട് റിവേഴ്സലായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ SIR തിരിച്ച് അപ്സൈഡിലോട്ട് കാണിക്കുന്നുണ്ട്. SIR അപ്സൈഡിലോട്ട് കാണിക്കുമ്പോൾ എന്താണ്, 50-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്, നമ്മുടെ RSI 50-ന് മുകളിലാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ബൈ ട്രെൻഡ് ഏകദേശം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 41,231 ലെവലിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു അപ്സൈഡ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എഗെയിൻ നമുക്കിവിടെ ഇത് എപ്പോഴാണ് നമുക്ക് എക്സിറ്റ് കിട്ടുന്നത്? SIR ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറുമ്പോഴാണ്. ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് SIR
ഓപ്പോസിറ്റിലോട്ട് മാറുന്നത്. ഏകദേശം ആ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് 41,329 എത്ര പോയിൻ്റാണ്? ഏകദേശം 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ്. ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ബയ്യറെ സംബന്ധിച്ചോളം വളരെ മികച്ചൊരു പ്രോഫിറ്റ്സ് കിട്ടാനായിട്ട് ഈ ഒരു ഒറ്റ മൂവ്മെൻറ്റ് മാത്രം മതി. വളരെ ചെറിയ സമയത്ത് വളരെ മികച്ചൊരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. എഗെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഡൗൺ സൈഡ് കാണിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് മൂവിങ് ആവറേജിന് മുകളിലാണ് നമുക്ക് ഒരു നല്ല കൃത്യമായിട്ടുള്ളൊരു ട്രേഡ് നമുക്ക് അവൈലബിൾ അല്ല. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് SIR എന്ത് ചെയ്യുന്നത്, ഒരു ബൈ സൈഡ് തരുന്നത്. ബട്ട് എന്താണ് അവിടെ പ്രോബ്ലം? നമ്മുടെ RSI ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ അവിടെ തരുന്നില്ല. RSI ഒരു സൈഡ് വൈസ് ആണ്, അല്ലെങ്കിൽ 50യുടെ തൊട്ട് താഴത്തോ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ നമുക്ക് ആ ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല. പിന്നെ എന്താണ്, ഈ ഒരു സ്ഥലത്ത് 50-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്, പക്ഷേ RSI 50-യുടെ താഴെയാണ്. SIR സെല്ലിംഗ് സൈഡ് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ എല്ലാ കണ്ടീഷൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എഗെയിൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്താണ്, SIR ഓൾറെഡി ബൈ സൈഡാണ്. ബട്ട് എന്താ ഇവിടെ പറ്റുന്നത്, ഇവിടെ നമ്മുടെ RSI കൂടി 50-ന് മുകളിലോട്ട് വരികയാണല്ലോ. ഈ ഒരു ഭാഗത്ത് RSI കൂടി 50-ന് മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ക്വിക്കായിട്ടൊരു എൻട്രി എടുത്ത് നമുക്കിവിടെ SIR ഡൗൺ സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, ഈ ഒരു സമയത്ത് SIR എന്ത് ചെയ്യുന്നുണ്ട്, തിരിയുന്നുണ്ട്. ആ സമയത്ത് എക്സിറ്റ് ചെയ്യാം. കൃത്യമായിട്ട് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ 282 മുതൽ നമുക്ക് 340 വരെ ഒരു 60 പോയിൻറ്റ് വളരെ കൃത്യമായിട്ടൊരു അപ്സൈഡ് ട്രേഡ് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 50-ഡേ മൂവിങ് ആവറേജ് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മേജർ ട്രെൻഡിന് അനുകൂലമായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൂടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 ട്രേഡുകളാണ് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടുക. പിന്നെ ഇവിടെ എഗെയിൻ ഒരു ചെറിയ ട്രേഡ് കൂടി കിട്ടുന്നുണ്ട്. ആക്ച്വലി എഗെയിൻ അവസാനത്തെ നിമിഷം ഏകദേശം ഒരു 2:30 സമയത്തെ ട്രേഡ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. RSI SIR തിരിയുന്ന സമയത്ത് ഏകദേശം ഒരു 41,333 ലെവലിൽ നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ട്. എക്സിറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്, 387 ലെവലിലാണ്. ഏകദേശം 50 പോയിൻറ്റ് 60 പോയിൻറ്റ് എഗെയിൻ നമുക്കൊരു ട്രേഡ് കൂടി ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഈ ഒരു ട്രേഡ് സെറ്റപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് സ്കാൽപ്പിങ്ങിൽ ഒരു ദിവസം ഒരു 3-4 ട്രേഡ്സ് ഒരു സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സൂപ്പർ ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 4-5 ദിവസമൊക്കെ നിങ്ങളിങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. സോ മൂവിങ് ആവറേജ് 50-ഡേ നമ്മൾ ഇടണം. 50-ഡേയുടെ എബവ് ആയിരിക്കണം നമ്മൾ ബൈ ട്രേഡ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ സെൽ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ 50-ഡേ മൂവിങ് ആവറേജിനെ ഡൗൺ സൈഡ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മുടെ RSI റിലേറ്റ് ചെയ്തിട്ടാണ്. RSI നമ്മൾ 50 എന്ന് പറയുന്ന RSI കണ്ടീഷൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നമ്മൾ ബൈ ട്രേഡ് ചെയ്യണമെങ്കിൽ RSI 50-ന് മുകളിലായിരിക്കണം. നമ്മൾ സെൽ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ RSI 50-ന് താഴെയായിരിക്കണം. ഈ 2 കണ്ടീഷൻസും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് റൂളാണ്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് റൂൾ എന്താണ്? SIR എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. SIR ഇൻഡിക്കേറ്റർ ക്യാൻഡിലിന് എബവ് ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. അല്ല, SIRൻ്റെ ഇൻഡിക്കേഷൻസ് ക്യാൻഡിലിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. ഇങ്ങനെ ഒരു 3-4 കോമ്പിനേഷൻസ് വളരെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എൻട്രി എടുത്തുകൊണ്ട് വളരെ ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ഈ ഒരു ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്കാൽപ്പിംഗ് ടെക്നിക്ക് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വെർച്വൽ ട്രേഡ് ചെയ്തിട്ട് മാത്രം ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് പോവുക. വളരെ ചെറിയ എമൗണ്ടിൽ വെച്ച് ട്രേഡ് ചെയ്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം വലിയൊരു എമൗണ്ടിലോട്ട് പോവുക. ഉറപ്പായിട്ടും വീഡിയോൻ്റെ കമൻറ്റ് കാര്യങ്ങൾ ഡൗട്ടുകളെല്ലാം വീഡിയോന് താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ സ്ട്രാറ്റജി എങ്ങനെയുണ്ട്? അടിപൊളി സ്ട്രാറ്റജി അല്ലേ? വളരെ മികച്ച റിസൾട്ട് ആയിരിക്കും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഓപ്ഷൻ ട്രേഡിങ്ങിനും വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ദെൻ ആക്ച്വൽ മാർക്കറ്റിൽ വളരെ ചെറിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്ത് ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്തതിന് ശേഷം വലിയ എമൗണ്ടിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഡൗട്ടുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി സ്ട്രാറ്റജിയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.